ഇടുക്കി ഏലപ്പാറയിലെ ഹോട്ടൽ ജീവനക്കാരൻ മനു ജോസഫിന്റെ കൊലപാതകത്തിൽ പ്രതിയുമായി തെളിവെടുപ്പ്. പ്രതിയായ പശ്ചിമബംഗാൾ സ്വദേശി സൈഫുദ്ദീൻ മണ്ഡലമായി കൊലപാതകം നടന്ന ലോഡ്ജിലെത്തിച്ചായിരുന്നു തെളിവെടുപ്പ്. ഇന്നലെയാണ് കോതമംഗലം സ്വദേശി മനു ജോസഫ് കൊല്ലപ്പെട്ടത്. ആഷിഖ് വിശദാംശങ്ങൾ നൽകും. ആഷിഖ്, തെളിവെടുപ്പ് ഇപ്പോൾ പൂർത്തിയായോ? ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് നൽകുന്ന ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങൾ എന്താണ്? തീർച്ചയായും സൈഫുദ്ദീൻ തെളിവെടുപ്പ് ഈ ഘട്ടത്തിൽ പൂർത്തിയായിട്ടുണ്ട്. പീരുമേട് പോലീസിന്റെ നേതൃത്വത്തിൽ പീരുമേട് CI ആണ് തെളിവെടുപ്പിന് നേതൃത്വം നൽകുന്നത്. പ്രതിയായിട്ടുള്ള വെസ്റ്റ് ബംഗാൾ നാദിയ സ്വദേശി സൈഫുദ്ദീൻ മണ്ഡലിനെയുമായി ഏലപ്പാറയിലെ സ്വകാര്യ ലോഡ്ജിൽ കൊണ്ടുവന്നെത്തിച്ച് എന്താണ് സംഭവിച്ചതെന്ന് പ്രതിയെ കൊണ്ട് വിശദീകരിക്കുന്നുണ്ട്. പ്രതി പറഞ്ഞത് ഇതാണ്: ഇരുവരും ലോഡ്ജ് മുറിയിൽ ഒരുമിച്ചിരുന്ന് മദ്യപിക്കുകയായിരുന്നു. അതിനിടയിൽ വാക്കേറ്റം ഉണ്ടായി. അത് സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു. പ്രതി കത്രിക ഉപയോഗിച്ച് മരിച്ച മനുവിന്റെ പുറത്ത് 8 തവണ കുത്തി പരിക്കേൽപ്പിച്ചു എന്ന പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. നിലത്ത് വീണ മനുവിനെ കാലുകൊണ്ട് ചവിട്ടി കൊലപ്പെടുത്തുകയായിരുന്നുവെന്നും പ്രതി പോലീസിനോട് പറഞ്ഞു. പുറത്തെ മുറിവും മുഖത്തെ പരിക്കും മരണകാരണമായി എന്നാണ് പോലീസ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്നത്. ഏതായാലും തെളിവെടുപ്പ് പൂർത്തിയായിട്ടുണ്ട്. മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കുമെന്നാണ് ഈ ഘട്ടത്തിൽ പോലീസ് അറിയിക്കുന്നത്. കുറ്റപത്രം തയ്യാറാക്കുന്ന അടക്കമുള്ള നടപടികളിലേക്കായിരിക്കും ഇനി പോലീസ് കടക്കുക. ഏതായാലും ക്രൂരമായ കൊലപാതകമാണ്. ഇന്നലെ രാവിലെയാണ് ഈ സംഭവം നടക്കുന്നത്. ഏലപ്പാറയിലെ സ്വകാര്യ ലോഡ്ജിൽ സഹപ്രവർത്തകരായ 2 പേർ, കോതമംഗലം സ്വദേശിയായ മനുവും ബംഗാൾ സ്വദേശിയായിട്ടുള്ള സൈഫുദ്ദീനും ഒരുമിച്ച് താമസിക്കുകയായിരുന്നു. ഇതിനിടയിലാണ് ഇരുവരും തമ്മിലുള്ള വാക്കേറ്റം കൊലപാതകത്തിലേക്ക് എത്തുന്നത്. സൈഫുദ്ദീൻ.